ഹലോ, ഇന്ന് ഞാൻ എൻ്റെ പുതിയൊരു പരീക്ഷണവും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഈ ചെറുനാരങ്ങ കണ്ടപ്പോൾ തന്നെ ഏകദേശം സംഭവം പിടികിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം, വളരെ സിമ്പിളാണ്. ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് അച്ചാറിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ ചെറുനാരങ്ങയെല്ലാം ഞാൻ നല്ലോണം പച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്ക് അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ചിലർ ഈ ചെറുനാരങ്ങ അപ്പാട് മുറിച്ചിട്ടിട്ടും അച്ചാറിടാറുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ വെള്ളത്തിൽ വേവിച്ചതിന് പകരം ചില ആൾക്കാർ ആവിയിൽ വേവിച്ചിട്ടും അച്ചാറിടാറുണ്ട്. പക്ഷെങ്കിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ ഷാൻജിയോൻ്റെ റെസിപ്പിയാണ്. പക്ഷെ മുഴുവനായിട്ടും ഷാൻജിയോ അല്ല, തുടക്കം മാത്രം ഷാൻജിയോ എന്ന് ഞാൻ പ്രത്യേകം പറയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചെറുനാരങ്ങ ഒരു 3-4 മിനിറ്റ് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ വെള്ളത്തിൽ നിന്ന് എല്ലാ ചെറുനാരങ്ങയും മാറ്റണം. എന്നിട്ട് അതിലുള്ള വെള്ളം വറ്റുന്നത് വരെയോ അല്ലെങ്കിൽ വെള്ളം മുഴുവനായിട്ടും ഓരോ ചെറുനാരങ്ങയും നന്നായിട്ട് തുടച്ചു വരും. അപ്പോഴേക്കും അതിൻ്റെ ചൂടെല്ലാം ഒന്ന് നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആ ചെറുനാരങ്ങനെ നമുക്ക് വേണ്ടുന്ന പോലെ 2 കഷ്ണാക്കിയിട്ടോ 4 കഷ്ണാക്കിയിട്ടോ നമ്മളെ ഇഷ്ടത്തിന് മുറിച്ചിടാം. ഞാനിവിടെ ചിലത് 2ആയിട്ടും ചിലത് 4ആയിട്ടും ഒക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ അതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ച്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചെറുതായി മുറിച്ചിട്ടിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പരിപാടിയെല്ലാം വളരെ വളരെ സിമ്പിളാണ്. അതായത് വേറൊന്നും വേണ്ട, ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പും കൂടെ നോക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം വിനാഗിരി ആവശ്യത്തിന് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ചെറുനാരങ്ങക്ക് ഭയങ്കര പുളിയല്ലേ, അപ്പോൾ നമ്മൾ ആ പുളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യമുള്ളവർക്ക് തേങ്ങേൻ്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇവിടെ തേങ്ങേൻ്റെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തില്ല. എന്നിട്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷം കുറച്ച് ഉലുവയും കടുവും കൂടി വറുത്ത് പൊടിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി ആറ്റി തുടച്ച് വെച്ച ഒരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ച അച്ചാറും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ അച്ചാർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഞാൻ എൻ്റെ പുതിയ പരീക്ഷണവും കൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് വരാം. അതുവരെ ബായ്.